കാരുണ്യവാനായ നമ്മുടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. സകല കാലത്തിനും മുമ്പേ നമ്മുടെ തേജസ്സിന് വേണ്ടി മുന്നൊരുക്കപ്പെട്ട ദൈവജ്ഞാനമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. നാം ഒരുമിച്ച് ദൈവവചനത്തിന് മുമ്പിലായിരിക്കുന്നത് നമുക്ക് അനുഗ്രഹമാകട്ടെ. തിരുവെഴുത്തുകൾ പഠിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് നമുക്കാർക്കും ശിക്ഷാവിധിക്ക് കാരണമായി തീരാതിരിക്കേണ്ടതിന് വീണ്ടും പ്രാർത്ഥനയോടെ നമുക്ക് സമർപ്പിക്കാം. നാം പ്രാക്ടിക്കൽ ക്രിസ്ത്യൻസ്, പ്രായോഗിക ക്രിസ്ത്യാനികളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ അപ്പോസ്തലനിലൂടെ കർത്താവായ യേശു ലോകം എമ്പാടുമുള്ള എക്കാലത്തെയും സഭകൾക്ക് എഴുതിയ സന്ദേശങ്ങളാണല്ലോ. ലോകം എമ്പാടുമുള്ള എക്കാലത്തുമുള്ള സഭകൾക്ക് എഴുതിയ സന്ദേശം. അത് നമുക്കും, നാം ദൈവസഭാംഗങ്ങളായതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ സഭയിലെ അവയവങ്ങളായതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായതുകൊണ്ട് നമുക്കും അത് ആപ്ലിക്കബിൾ ആണ്, സ്വീകാര്യമാണ്. സ്തോത്രം. നാം ഇപ്പോൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തെ സംബന്ധിച്ച. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ആൻ എയിംലെസ് പിൽഗ്രിമേജ്. ഇറ്റ്സ് എ ജേർണി വിത്ത് എ സ്പെസിഫിക് destination, goal and purpose. ക്രിസ്തീയ ജീവിതം ഒരു ലക്ഷ്യരഹിത തീർത്ഥയാത്രയല്ല. വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടെ വളരെ കൃത്യതയാർന്ന ഒരു ലാക്കിലേക്കുള്ള യാത്രയാണ്. സ്തോത്രം. എവിടെ എത്തിച്ചേരണം എന്ന് നമ്മോട് ചോദിച്ചാൽ നമുക്ക് കൃത്യതയാർന്ന മറുപടിയുണ്ട്. സ്തോത്രം. നമ്മുടെ യാത്ര അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒരു യാത്രയോട് ഉപമിച്ചാൽ, ഈ യാത്രയുടെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ മറുപടിയുണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതത്തെ യാത്രയോട് ഉപമിച്ചാൽ ഈ യാത്രയുടെ അവസാനം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ആശയക്കുഴപ്പമില്ല. സ്തോത്രം. എവിടെ എത്തണമെന്നാ? അയ്യോ, ക്രിസ്തുവിനോടുകൂടി നിത്യതയിൽ. Yes. With Christ, where Christ is. ക്രിസ്തു എവിടെയാണോ അവിടെ. അതാണ് നമ്മുടെ ലക്ഷ്യം. സ്തോത്രം. ക്രിസ്തു എവിടെയാണോ അവിടെ. യോഹന്നാൻ 14-ാമത്തെ അധ്യായം, ചാപ്റ്റർ 14, ജോൺ 14. അതിന്റെ 2-ാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 2. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് നമുക്ക് അത്രയും മതി. എന്റെ പിതാവിന്റെ ഭവനത്തിൽ
അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇനി 4-ാമത്തെ വാക്യം, നൗ വേഴ്സ് 4. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. ഞാൻ എവിടേക്കോ പോവുകയാ, അവിടേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. എവിടേക്കാ യേശു പോകുന്നത്? 2-ാം വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. അത് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നു. 5-ാം വാക്യത്തിൽ നമ്മുടെ തോമസ് അപ്പച്ചൻ ചോദിച്ചു. എന്താ ചോദിച്ചേ? 5-ാം വാക്യം, വേഴ്സ് 5. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, മതി. അപ്പൊ 4-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. എന്ന് വെച്ചാൽ ഞാൻ എവിടേക്കോ പോവുകയാ, എവിടെയാണെന്ന് കർത്താവ് പറഞ്ഞില്ല. എന്നാൽ സൂചന 2-ാം വാക്യത്തിൽ കൊടുത്തു, പിതാവിൻ്റെ ഭവനം എന്ന സൂചന. ശിഷ്യന്മാർക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ശിഷ്യന്മാരുടെ പ്രതിനിധി എന്നതുപോലെ തോമസ് ചോദിച്ചു, നീ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ വയ്യ, പിന്നെ വഴി അറിയുന്നേ. എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വഴി കണ്ടുപിടിക്കാമായിരുന്നു. ഇത് എവിടേക്കാന്ന് പോലും അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ വഴി എങ്ങനെ അറിയുന്നേ? അപ്പോഴാണ് കർത്താവ് പറയുന്നത്, 6-ാമത്തെ വാക്യം, വേഴ്സ് 6. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പിതാവിൻ്റെ അടുക്കൽ എത്തുക. യേശു എവിടേക്കാ പോകുന്നത്? പിതാവിൻ്റെ അടുക്കൽ. എവിടെ നിന്നും യേശു വന്നുവോ അവിടേക്ക്. എവിടെ നിന്നാ യേശു വന്നത്? പിതാവിൻ്റെ അടുക്കൽ നിന്ന്. 17-ാം അധ്യായത്തിൽ യേശു കർത്താവ് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. 17-ന്റെ 5-ാമത്തെ വാക്യം, 17 വേഴ്സ് 5. ജോൺ. എളുപ്പം ഒരാളങ്ങ് വായിക്കേ. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. കണ്ടോ? ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണം. Our final destination, where we are heading to, where we have to reach, is the very place where Jesus is. Where Jesus is, where from he came, he said he is going back to the same place. And that place is this, the very presence of the Father. John 17:5, John 14:2, John 14:4, 6. From the Father he came, to the Father he returns. And he will also be taking you and me too to the very presence of the Father. പിതാവിന്റെ അടുക്കൽ നിന്നുമാണ് പുത്രൻ വന്നത്. വന്നയിടത്തേക്കാണ് പുത്രൻ തിരികെ പോകുന്നത്. അവിടേക്ക് തന്നെയാണ് നമ്മയും കൊണ്ടുപോകുന്നത്. ഇന്നലെ അതാണ് നമ്മൾ പറഞ്ഞത്. യേശു കർത്താവ് 14:3 പറഞ്ഞ കാര്യം, I will bring you to myself. ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും.
എന്നോട് ചേർത്തുകൊള്ളും എന്നർത്ഥം. I will take you to myself. Yes, we are prepared. We are getting prepared for none else but for Christ and Him alone, who created us, who redeemed us, rather who purchased us with a great price, who chose us, who preserves us for Himself. നാം വേറെ ആർക്കും വേണ്ടിയുള്ളവരല്ല. നാം നമ്മുടെ ദൈവത്തിനായിട്ടുള്ളവരാ. നമ്മെ സൃഷ്ടിച്ചവന് വേണ്ടിയുള്ളവരാ. നമ്മെ വീണ്ടെടുത്തവന് വേണ്ടി, നമ്മെ വിലയ്ക്ക് വാങ്ങിയവന് വേണ്ടിയുള്ളവരാണ് നാം. നമ്മെ തെരഞ്ഞെടുത്തവന് വേണ്ടിയുള്ളവരാണ് നാം. നാം ആർക്കു വേണ്ടിയാണോ സംരക്ഷിക്കപ്പെടുന്നത്, സൂക്ഷിക്കപ്പെടുന്നത്, നാം അവന് വേണ്ടിയുള്ളവരാ. We are being preserved for someone. നാം ആർക്കു വേണ്ടിയോ സൂക്ഷിക്കപ്പെടുന്നവരാണെന്ന് തിരുവെടുത്ത് പറയുന്നു. യൂദ, പല വാക്യങ്ങളുണ്ട്, അതിൽ യൂദ 1-2 വാക്യങ്ങളിൽ, ജൂഡ് 1 and 2. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരുമായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. അതിലൊരു ഫ്രേസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരുമായ. We are preserved for Christ. നമ്മുടെ ഇടയിലുണ്ടല്ലോ കല്യാണ ഉറപ്പ്, അല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യുന്നത് വരെ നമ്മളെ പെൺകുട്ടികൾ, നമ്മുടെ വീട്ടിലെ പെൺകുഞ്ഞുങ്ങൾ, അവരെ നമ്മൾ സ്വതന്ത്രരായിട്ട് എവിടെയെങ്കിലും പോകാനും വരാനും ഒക്കെ വിടും. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടൊക്കെ പപ്പയും മമ്മിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകും. പക്ഷേ പ്രപ്പോസലൊക്കെ ഏതാണ്ട് ഫൈനലായി. അത് കഴിഞ്ഞാലോ പിന്നെ പഴയ പോലെ ഇവരെ ഒറ്റയ്ക്ക് വിടത്തില്ല. എവിടെയെങ്കിലും പോവാണെങ്കിൽ ആരെയെങ്കിലും, കുഞ്ഞാങ്ങളെയെങ്കിലും കൂട്ടിയേ വിടത്തുള്ളൂ. കണ്ണ് കാണാൻ വയ്യായെങ്കിലും വല്ലുമ്മച്ചിയെങ്കിലും കൂട്ടിനിരുത്തിയിട്ടേ പോകത്തുള്ളൂ. ഒറ്റയ്ക്ക് ഇരുത്തത്തില്ല. എന്താ? Oh, now this girl should be preserved for someone because the proposal is finalized. So after the proposal finalized, after the betrothal is over, we keep our girls very safe and secure, at least until the very act of marriage. Because after the proposal finalized, she is preserved for that particular boy. വിവാഹം ഏതാണ്ടൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞ് ആ പെൺകുട്ടിയെ, നമ്മുടെ മോളോ പെങ്ങളോ കൊച്ചുമോളോ ആരും ആകട്ടെ, നമ്മുടെ വീട്ടിലെ ആ പെൺകുട്ടിയെ, ആ മോളെ ആ ഒരു പുരുഷന് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുകയാണ്. സൂക്ഷിച്ചു വയ്ക്കുക. ഇതുപോലെ നാം സൂക്ഷിക്കപ്പെടുകയാ. All together we belong to someone who paid our price. ചുരുക്കത്തിൽ നമുക്ക് വേണ്ടി വില കൊടുത്തവനുള്ളവരാണ് നാം. നാം മറ്റാർക്കും ഉള്ളവരല്ല. ആ ബോധ്യം നമ്മെ എപ്പോഴും ഭരിക്കട്ടെ. So we are heading with a definite purpose, goal,
to reach, a place to reach, a destination to reach. നമുക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യബോധമുണ്ട്. എപ്പോൾ വിളിച്ച് ചോദിച്ചാലും, ആര് വിളിച്ച് ചോദിച്ചാലും പറയത്തക്കതുപോലെ നമ്മുടെ അകത്ത് ആ ഒരു കൺവിക്ഷൻ, ആ ഒരു ബോധ്യം വേണം. സ്തോത്രം. എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ക്രിസ്തു എവിടെയായിരിക്കുമോ അവിടെ, ക്രിസ്തുവിനോട് കൂടെ. ക്രിസ്തു എവിടെയാണ്? പിതാവിനോട് കൂടെ. സ്തോത്രം. ചുരുക്കത്തിൽ ത്രിയേക ദൈവത്തോട് കൂടെ വസിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. The ultimate aim of our life is to be with the triune God. Praise God. No lesser purposes we have. ഇതിൽ കുറഞ്ഞ ഒരു ലക്ഷ്യത്തോടെ നാം ജീവിക്കരുത്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞത്, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിലുള്ളത് നിങ്ങൾ അന്വേഷിപ്പീൻ. കൊലോഷ്യൻസ് 3 ഇനീഷ്യൽ വേഴ്സസ്. കൊലോസ്യർ 3-ന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ പൗലോസ് അതാ പറയുന്നത്, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിലുള്ളത് അന്വേഷിപ്പീൻ. സ്തോത്രം. നമ്മളതിനെ പൊതുവെ നിത്യത എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ആ നിത്യത എന്ന പൊതുപ്രയോഗത്തിൽ നിന്നും കുറെ കൂടെ വ്യക്തതയോടെ പറയുന്നതിനാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതും ചിന്തിച്ചതും. ഇന്നലെ നമ്മൾ നിർത്തിയത് ഓർമ്മയുണ്ടല്ലോ. നിത്യത എന്ന ഒരാശയത്തിലാണ് നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. നിത്യതയുടെ 2 അർത്ഥതലങ്ങളാണ് നാം നോക്കുന്നത്. ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിലും മറ്റൊന്ന് നമ്മൾ മനുഷ്യരോടുള്ള ബന്ധത്തിലും. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിത്യത എന്ന് പറഞ്ഞാൽ അനാദിയും ശാശ്വതവുമായുള്ളത്, തുടക്കവും ഒടുക്കവും ഇല്ലാത്തത്, അൽഫ ഒമേഗ ആയിട്ടുള്ളത്, ആദിയും അവസാനവും ആയവൻ എന്നൊക്കെയാണല്ലോ. അതിൻ്റെ നിർവചനവും നമ്മൾ 90-ാം സങ്കീർത്തനത്തിൽ നിന്ന് കാണുകയുണ്ടായി. ദൈവം നിത്യനാണ് എന്ന ആശയം. സ്തോത്രം. ദൈവം നിത്യൻ. God is eternal. നമ്മുടെ നിത്യത എന്ന് പറഞ്ഞാൽ അവസാനിക്കാത്ത യുഗായുഗമായ ആസ്തികത. മരിച്ചവരുടെ ഉയർപ്പും, വിശുദ്ധന്മാരുടെ കാര്യമാണ് പറയുന്നത്, മരിച്ചവരുടെ ഉയർപ്പും ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരവും നിമിത്തം നമ്മൾ എത്തിച്ചേരുന്ന സമ്പൂർണ്ണ ആളത്വത്തോടു കൂടിയ നിത്യ അസ്തിത്വം, ഇതാണ് നമ്മുടെ നിത്യത എന്ന് പറയുന്നത്. There are 2 aspects or dimensions of eternity. One is in relation with God, which is defined by Moses, the man of God, in Psalm 90, verses 1 and 2. That which is everlasting to everlasting, who was in the past eternity and who will remain in the future eternity. This is in eternity in relation with God. But in relation with man, it is not just as in the case of God, because we have a beginning
And therefore, human eternity, especially that in relation with the saints, is an unending existence with God, either by resurrection or by transformation. Existence of the holistic personality, united together, the spirit, soul and body. ആത്മാവും പ്രാണനും ദേഹിയും ഒന്നുകിൽ പുനരുത്ഥാനത്താലോ അല്ലെങ്കിൽ രൂപാന്തരത്താലോ ദൈവത്തോടുകൂടെ, ക്രിസ്തുവിനോടുകൂടെ അവസാനിക്കാത്ത യുഗങ്ങൾ നിലനിൽക്കുന്ന അസ്തിത്വത്തിന്റെ പേരാണ് നിത്യത, വിശുദ്ധന്മാരായ മനുഷ്യരോടുള്ള ബന്ധത്തിൽ. അതിൻ്റെ തന്നെ മറുഭാഗം ദുഷ്ടന്മാരായ മനുഷ്യരോടുള്ള ബന്ധത്തിൽ അവിടെ രൂപാന്തരം ആർക്ക് സംഭവിക്കുന്നില്ല. No living person is translated in relation with the wicked ones. Only resurrection is there. ഇപ്പൊ ദുഷ്ടന്മാരെ സംബന്ധിച്ച് പുനരുത്ഥാനം മാത്രമേ ഉള്ളൂ. അവരിൽ ആരും വിശുദ്ധന്മാർ ജീവനോടിരുന്ന് മരണം കാണാതെ രൂപാന്തരപ്പെടുന്നത് പോലെ മരണം കാണാതെ രൂപാന്തരപ്പെടുന്നില്ല. മനസ്സിലായല്ലോ? അവർക്ക്, ദുഷ്ടന്മാരായവർക്ക്, പാപികളായവർക്ക് എന്തു മാത്രമേ ഉള്ളൂ? ഉയർത്തെഴുന്നേൽപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദുഷ്ടന്മാരോടുള്ള ബന്ധത്തിൽ നിത്യത എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിനാൽ ആത്മാവും പ്രാണനും ദേഹിയും ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൽ നിന്നും അകന്ന് നിത്യ ശിക്ഷാവിധി എന്ന നാശം അനുഭവിക്കുന്ന അവസ്ഥയാണ്. As far as wicked are concerned, eternity is the unending tormentation away from God forever of the holistic personality consisting of their spirit, soul and body by resurrection. ഇപ്പൊ നിത്യതയുടെ രണ്ട് മാനങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യനോടുള്ള ബന്ധത്തിലും. മനുഷ്യനോടുള്ള ബന്ധത്തിൽ വീണ്ടും അതിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിലും അല്ലെങ്കിൽ നീതിമാന്മാരോടുള്ള ബന്ധത്തിലും ദുഷ്ടന്മാരോടുള്ള ബന്ധത്തിലും. വ്യക്തമാണല്ലോ ഇത്രയും കാര്യങ്ങൾ? എന്തെങ്കിലും ചോദ്യങ്ങൾ? ദുഷ്ടന്മാരുടെ രൂപാന്തരം സംഭവിക്കുന്നില്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ മരണസമയത്ത് ഏത് ശരീരത്തിൽ എങ്ങനെയായിരുന്നു അതേ അവസ്ഥയിലാണോ രൂപാന്തരം പ്രാപിക്കുന്നത്? അതെ. വിശുദ്ധന്മാരുടേത് ജീവനോടിരിക്കുന്ന അല്ലെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം എന്ന് പറയുന്ന ആ ഭാഗം ദുഷ്ടന്മാരുള്ള ബന്ധത്തിൽ ഇല്ല. അവരെല്ലാവരും തന്നെ മരിച്ച് ഉയർത്താണ് നിത്യനാശം എന്ന ശിക്ഷാവിധിയിലേക്ക് വരുന്നത്. ആ ശരീരം രൂപാന്തരപ്പെടുന്നുണ്ട്. പക്ഷേ വിശുദ്ധന്മാരുടേത് രൂപാന്തരപ്പെടുന്നത് പോലെ തേജസ്സിലേക്കല്ല എന്ന് മാത്രം. ആ ശരീരത്തിനുണ്ടാകുന്ന രൂപാന്തരം അത് നരകത്തീയിൽ എത്ര വെന്താലും നശിക്കത്തില്ല എന്ന തരത്തിലെ രൂപാന്തരം മാത്രമേ ഉള്ളൂ. എന്നാൽ ജീവനോടിരുന്ന് മരണം കാണാതെ രൂപാന്തരപ്പെടുന്നവർ അക്കൂട്ടത്തിൽ ഇല്ലെന്നാണ് നമ്മൾ പറഞ്ഞത്. ദുഷ്ടന്മാരുടെ അതായത് ഉയർത്തെഴുന്നേൽപ്പിൽ വികലാംഗരായിരുന്നവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ, അതോ ആ വികലാംഗത്തോർക്കുണ്ടാവോ? അങ്ങനെയുള്ള പോരായ്മകളൊന്നും ഇല്ലാത്ത
ശരീരമായിരിക്കും രണ്ടു കൂട്ടർക്കും ഉള്ളത്. കർത്താവിനോട് കൂടെയുള്ള നിത്യതയ്ക്കായാലും അല്ല നിത്യശിക്ഷാവധിക്കുള്ള നിത്യതയ്ക്കായാലും അന്ധന്മാരായിട്ടോ കുരുടന്മാരായിട്ടോ ചേടന്മാരായിട്ടോ മുടന്തരായിട്ടോ അങ്ങനെയുള്ള വൈകല്യങ്ങളില്ലാത്ത ഒരു ബോഡിയിലായിരിക്കും രണ്ടിടത്തായാലും പുനരുത്ഥാനം നടക്കുക. അവർക്ക് സഞ്ചരിക്കാൻ അധികാരമില്ലായിരിക്കുമല്ലോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളത് കണ്ടല്ലോ, ഏറ്റവും ചെറിയ സെല്ലുകളിലായിരിക്കും ഇരുട്ടുകൊണ്ട് ചങ്ങലയിട്ട് സൂക്ഷിക്കപ്പെടുന്നതെന്ന്. Which one to be repeated, please? മാത്കുട്ടി അങ്കിളിനോട് പറഞ്ഞ ആൻസർ. മാത്യുകുട്ടി അങ്കിളിനോട് പറഞ്ഞ. ഓക്കെ. The resurrected bodies, both for the saints or for the wicked, the resurrected bodies will be imperishable state, in imperishable state. But the difference, for the saints it will be glorious body, but that glory will not be there for the wicked ones, but they also will be imperishable, incorruptible, even in the lake of fire forever. But the difference again, for the saints, there will be saints who would not see or who would not taste death, but will be translated while still they are living when Christ comes. But that will not happen with the wicked ones, because before their resurrection, everyone will be dead. So in the wicked ones, there will be no one who would be just entering into that imperishable body without tasting death. Okay. മറ്റൊന്നുമില്ലല്ലോ. എങ്കിൽ നമ്മൾ ഇന്നലെ വിട്ട ചോദ്യം, അല്ലെ ഹോംവർക്ക് ആയിരുന്ന ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഒന്നും കൂടെ അതെടുക്കുന്നേ ഉള്ളൂ. ഒരുപക്ഷെ പണ്ട് നമ്മൾ പറഞ്ഞ സമയത്ത് ഇല്ലാതിരുന്ന ചിലർ ഇപ്പോഴുണ്ടെന്ന് മാത്രം. അന്നുണ്ടായിരുന്ന ചിലർ ഇപ്പോൾ ഇല്ലതാനും. തുടക്കവും ഒടുക്കവും ഇല്ലാത്തതായി അനാദി മുതൽ അനാദിയും ശാശ്വതമായും ഉള്ള എന്തൊക്കെ അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെന്നായിരുന്നു നമ്മുടെ ചോദ്യം. അതിൽ പല ഉത്തരങ്ങൾ ലഭിച്ചു. അതിൽ ഏറ്റവും ശരിയായ ഉത്തരം ദൈവം, ത്രിയേക ദൈവം. വേദപുസ്തകം പറയുന്ന ദൈവം മാത്രമേ നിത്യനായിട്ടുള്ളൂ. The last question we discussed last night, according to Psalms 91 and 2, everlasting to everlasting. So who all are or what all are there eternal in that sense? We saw that only God. So the question was whether heaven is eternal or not. സ്വർഗം നിത്യമാണോ അല്ലയോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം.
not eternal. സൃഷ്ടി അല്ലാത്തത് എന്താണോ അതാണ് നിത്യം. സ്വർഗം സൃഷ്ടിയാവുമ്പോ പിന്നെ അത് നിത്യമല്ല. Absolutely. സ്വർഗം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സ്വർഗം ഉൾപ്പെടെയുള്ള സകലവും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സ്രഷ്ടാവായ ദൈവം ഒഴികെ ബാക്കിയുള്ളതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ദൈവമല്ലാതെ സ്വർഗം പോലും നിത്യമല്ല, സ്വർഗം പോലും സനാതനം അല്ല. അതുകൊണ്ടാണ് സ്വർഗം കൊണ്ടുപോലും നാം തൃപ്തരാകരുതെന്ന് പണ്ട് പഠിച്ചിട്ടുള്ളത്. ഇപ്പം കുറെ നാളായി നമ്മൾ ആ കാര്യമൊക്കെ പറഞ്ഞിട്ട്. We should not be content even with the heavens, because heaven also is a creation and therefore not eternal. But we should long for, we should desire only for that which is eternal, and that is God and God alone. God and God alone. Yes, of course. 2 Peter 3 verse 10 says, even the day of the Lord will come like a thief. The heavens will disappear with a roar. The elements will be destroyed by fire, and the earth and everything in it will be laid bare. So very much clear there. Heaven also will disappear. ആകാശവും ഭൂമിയും, ആകാശങ്ങൾ അഥവാ സ്വർഗങ്ങൾ എന്ന ബഹുവചനത്തിലാണ് അവിടെയെല്ലാം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഉൽപ്പത്തി 1:1 മലയാളത്തിൽ ആകാശവും എന്നേ ഉള്ളെങ്കിലും മൂലഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലുമൊക്കെ ഹെവൻസ് എന്ന ബഹുവചന പ്രയോഗമാണ് കാണാൻ സാധിക്കുക. അതെല്ലാം സൃഷ്ടിയാണ്. സ്തോത്രം. അപ്പോൾ സൃഷ്ടികൾക്കെല്ലാം തുടക്കമുണ്ട്. തുടക്കമുള്ളതൊന്നും സനാതനമല്ല. അതുകൊണ്ട് സ്വർഗം പോലും സനാതനമല്ല. ഇന്ന് നമ്മൾ സ്വർഗം എന്ന് വിളിക്കുന്ന ആ സ്ഥലം, അതും ദൈവത്തിന്റെ നിത്യവാസസ്ഥലമെന്നൊന്നും ആരും കരുതരുത്. ആ സ്വർഗവും പിന്നെ സൃഷ്ടിക്കപ്പെട്ടതാ. അപ്പൊ ചോദ്യം ഉണ്ടാകും, അപ്പൊ അതിനു മുമ്പ് ദൈവം പിന്നെ എവിടെയായിരുന്നു? ദൈവത്തിന് അങ്ങനെ വസിക്കാൻ ഒരു സ്ഥലത്തിന്റെ ആവശ്യമില്ല. God is a God who doesn't need even a place to dwell. Even the heavens as his dwelling place is made only in this creation. Even that heaven also should be beyond our created universe. Because God cannot be contained in this universe. So God doesn't need a place even to dwell. Because God is God, and God is a person who has no needs and requirements, who is not
dependent on anything, including a space to stay. ദൈവമായതുകൊണ്ട് ഒന്നിലും ആശ്രയിക്കുന്നില്ല. യാതൊന്നിൻ്റെയും ആവശ്യമില്ലാത്തവനാണ് ദൈവം. എന്തിൻ്റെ കൂടെ ആവശ്യമില്ല? താമസിക്കാൻ ഒരു സ്ഥലത്തിൻ്റെ കൂടെ, സ്വർഗമെന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ കൂടെ ആവശ്യമില്ലാത്തവനാണ് ദൈവം. എന്നാൽ ഇന്ന് സ്വർഗം എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ബൈബിൾ പറയുന്നത്, തൻ്റെ സൃഷ്ടിക്കും സ്രഷ്ടാവ് അതീതനാണ് എന്ന് കാണിക്കുവാനായിട്ട്. To show us the Creator is beyond the creation and He is different and separate from the creation. സ്വർഗം എന്ന പ്രയോഗത്തിലൂടെ ഇന്ന് ബൈബിൾ നമുക്ക് കൈമാറുന്ന സന്ദേശം, സൃഷ്ടിയിൽ നിന്നും സ്രഷ്ടാവ് അകന്ന് മാറി നിൽക്കുന്നവനാണ്. വ്യത്യസ്തൻ, മാറി എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെ അടുക്കാതെ നിൽക്കുന്നവനെന്നല്ല, വ്യത്യസ്തനാണ്, അതീതനാണ് എന്ന് കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ സ്വർഗത്തെക്കാൾ ഉന്നതനെന്ന് എബ്രായ ലേഖന കർത്താവ് വിളിച്ചിരിക്കുന്നത്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കാറുണ്ടായിരുന്നത്, സ്വർഗം കൊണ്ടുപോലും നാം തൃപ്തരാകരുതെന്ന്. ഈവൻ വി ഷുഡ് നോട്ട് ബി content with the heaven. If there is something that is beyond, above, far away from heaven, that should be our desire. That is Christ. Hebrews 7:26. എബ്രായർ 7:26. വേഗത്തിൽ ഇങ്ങനെയുള്ള മഹാപുരോഹിതനാണല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. നമ്മുടെ മഹാപുരോഹിതൻ സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ. അതുകൊണ്ട് സ്വർഗം കൊണ്ടുപോലും നാം തൃപ്തിപ്പെടരുത്. നേരത്തെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾക്ക് ഓർമ്മ വരും, നമ്മൾ കാര്യങ്ങളെ 5 തട്ടുകളായിട്ട് തിരിച്ചു പഠിക്കാറുണ്ടായിരുന്നു. ഓർമ്മ കണ്ടേക്കും. വേർഡ്ലി, earthly, ഓർമ്മ വരുന്നു ആർക്കേലും? സ്പിരിച്വലി, ഹെവൻലി. വെരി ഗുഡ്. ഒന്ന് വേർഡ്ലി, ലൗകികം. അത് നമുക്ക് വേണ്ട, അരുത്, പാപമാണത്. Worldly is sinful. We should not have even a bit. അല്പം പോലും അതരുത്, ലൗകികം. 2 ഭൗതികം, മെറ്റീരിയൽ ഓർ earthly, a physical. We need it. നമുക്ക് വേണം, നമ്മുടെ ഭൂമിയിലെ ജീവിതത്തിന് ആവശ്യമാണ്. പക്ഷേ എത്രയാകാവൂ? ഓൺലി ഫോർ ദ നീഡ്സ്. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പരിമിതമായിട്ടേ ആകാവൂ. അപരിമിതത്വത്തിലേക്ക് പോയാൽ അത് വീണ്ടും ലൗകികമായിട്ട് മാറും, പാപമായിട്ട് തീരും. 3 സ്പിരിച്വൽ, ആത്മീയമാണ്, നല്ലതാ. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദ ഫൈനൽ. അത് അവസാനമല്ല. മൂവ് ടു ദ ഹെവൻലി. സ്വർഗീയമായതിലേക്ക് നീങ്ങിക്കോണം. ആത്മീയത്തിൽ നിന്ന്
സ്വർഗീയത്തിലേക്ക് നീങ്ങണം. പക്ഷെ അവിടെ നിൽക്കരുത്. That also not our destiny. Move to the other one, divine or related to God. ദൈവീകത്തിലേക്ക് പൊക്കോണം. കേവലം സ്വർഗീയത്തിൽ നിൽക്കരുത്, ദൈവീകം. ആ ദൈവികം എന്ന് പറയുന്നതാണ് സമയത്തിനും സൃഷ്ടിക്കുമൊക്കെ അതീതമായിട്ടുള്ളത്. അപ്പോൾ സ്വർഗവും സൃഷ്ടിയായതുകൊണ്ട് നിത്യമല്ല. നമ്മൾ ഇന്നലെയും വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നിന്ന് കണ്ട ഭാഗം ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം, അതിൻ്റെ 2-ാമത്തെ വാക്യം 21:2. പുതിയ ജെറുസലം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇനിയും 10 വേഴ്സ് 10. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ഇവിടെയെല്ലാം നാം കാണുന്നത് നമുക്ക് നിത്യത ചിലവിടുവാനുള്ള പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം എവിടെ നിന്നും ഇറങ്ങി വരുന്നു? സ്വർഗത്തിൽ നിന്ന്. അതിനുശേഷം ദൈവം അവിടെ ആയിരിക്കുമോ അതോ ഇവിടെ ആയിരിക്കുമോ? അത് സമ്മതിച്ചു. ഇവിടെ ആയിരിക്കും. ഇവിടെ ആയിരിക്കും, അവിടെ അല്ല. മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം. അതെ, നമുക്ക് വിശുദ്ധന്മാർക്ക് പാർക്കുന്നതിനായിട്ടാണ് ഈ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെ ഒരുക്കി ഇറക്കുന്നത്. അത് ഇറങ്ങി വരുന്നത് സ്വർഗത്തിൽ നിന്ന്. ആ സ്വർഗമെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പറയുന്ന ദൈവ സാന്നിധ്യം സൃഷ്ടികളിൽ നിന്നും അകന്ന്, സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി നിലനിൽക്കുന്ന, വസിക്കുന്ന ഇടമെന്ന അർത്ഥത്തിലാണ്. അവിടെ നിന്ന് ഈ പുതിയ യെരുശലേം ഇറങ്ങി വരുന്നു. അവിടെയാണ് വിശുദ്ധന്മാരുടെ നിത്യവാസം. ദൈവം അപ്പോൾ ഇവിടെ ആയിരിക്കുമോ അവിടെ ആയിരിക്കുമോ? ഉത്തരം 3-ാം വാക്യത്തിലുണ്ട്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവരുടെ നടുവിൽ വസിക്കും. ദൈവം സർവവ്യാപി എന്ന നിലയിൽ നരകത്തിൽ വരെയും ദൈവ സാന്നിധ്യം ഉണ്ട്. എങ്ങും അതിനെ അടക്കി നിർത്താൻ കഴിയില്ല. എന്നാൽ തിരുവെഴുത്ത് തന്നെ പറയുന്നു, നരകത്തിൽ പോകുന്നവരെ കുറിച്ച്, അവർ കർത്താവിൻ്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന്. കണ്ടോ, കർത്താവിന്റെ സന്നിധാനവും വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന്, ആ ദൈവസന്നിധിയിൽ നിന്നും അകന്ന് എന്നാ പറയുന്നത്. അപ്പോൾ തന്നെ മറുഭാഗം എന്താ? സർവവ്യാപി എന്ന നിലയിൽ നരകത്തിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ അവിടെ ഉള്ളവർക്ക് അതൊന്നും അനുഭവിക്കുവാൻ കഴിയുകയില്ല. സ്വർഗത്തിലേതുപോലെ തന്നെ ദൈവസാന്നിധ്യം നരകത്തിലും അനുഭവിക്കാം. പക്ഷേ അതിന് അവിടെ ഉള്ളവർക്ക് അനുവാദം കർത്താവ്
കൊടുക്കുന്നില്ല. അതുപോലെ ഇന്ന് ദൈവം വസിക്കുന്നു എന്ന് പറയുന്ന ആ സ്വർഗം, അവിടെ അല്ല ദൈവത്തിൻ്റെ വരുംകാല നിത്യതയിലെ വാസം എന്നർത്ഥം. പകരം ഈ പുതിയ യെരൂശലേം എന്ന നഗരത്തിൽ, പുതുവാന ഭൂമികളിൽ ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. പറഞ്ഞു വരുന്നതിന്റെ സാരം ഇത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ സ്വർഗം എന്ന് കരുതുന്ന ആ ഒരു പ്ലാനറ്റ്, അതും ഒരു പ്ലാനറ്റ് ആണെന്നിരിക്കട്ടെ, ഒരുപക്ഷെ അതൊരു പ്ലാനറ്റ് എന്നതിനേക്കാൾ ഈ പ്രപഞ്ചത്തിനും പുറത്തുള്ള എന്തോ ഒന്ന് എന്നും വേണമെങ്കിൽ ചിന്തിക്കാം. അല്ലാതെ ഈ ഭൂമിക്ക് നേരെ മുകളിലുള്ള വേറെ എന്തോ ഒരു സാധനം എന്നൊന്നും കരുതണ്ട. പക്ഷേ നമ്മൾ അവിടേക്കാണ് പോകുന്നത്, അതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് വെക്കരുതെന്നാണ് ഈ പറഞ്ഞത്. അവിടെയെങ്കിൽ അവിടെ, വേറെ എവിടെയെങ്കിലുമെങ്കിൽ അവിടെ. പക്ഷെ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ക്രിസ്തു വസിക്കുന്ന ഇടം എന്നുള്ളതാണ്. അത് പിതാവിൻ്റെ വാസസ്ഥലമാണെന്നും നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് നിത്യവാസമുള്ളത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തോടു കൂടെ. ആ ലക്ഷ്യബോധത്തോടെ വേണം നാം ജീവിക്കുവാൻ എന്നർത്ഥം. ആ പഴയ സ്വർഗം എന്നാലും ഉണ്ടാവുന്ന അർത്ഥം അത് വേണമെന്നില്ലല്ലോ. കർത്താവ് ഇപ്പോഴത്തെ സൃഷ്ടിയിലുള്ളതിനെ മുഴുവനും മാറ്റിയിട്ടാണ് പുതിയ ആകാശഭൂമികൾ ഉണ്ടാക്കുന്നത്. ആ കൂട്ടത്തിൽ ആ സൃഷ്ടിക്കപ്പെട്ട സ്വർഗവും, സ്വർഗാധിസ്വർഗമെന്ന് നാം വിളിക്കുന്ന ആ സ്വർഗവും ഇല്ലാതെയായേക്കാം, ഡിസോൾവ് ആയേക്കാം, ഡിസിൻറ്റഗ്രേറ്റ് ആയേക്കാം. ആ സ്ഥലത്തിന് യാതൊരു പ്രാധാന്യവുമില്ല എന്നർത്ഥം. നമ്മൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തിനല്ല പ്രാധാന്യം നൽകുന്നതെന്നർത്ഥം. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നാം ദൈവജനത്തെ പഠിപ്പിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും എല്ലാം, നമ്മൾ സ്വയം പഠിക്കുമ്പോഴും എല്ലാം ആ സ്ഥലം എന്നതിൽ നിന്ന് വ്യക്തി എന്നതിലേക്ക്, ഒരു സ്ഥലം എന്നതിൽ നിന്ന് ആ സാന്നിധ്യം എന്നതിലേക്ക് മാറണം. ചുരുക്കി പറഞ്ഞാൽ സ്വർഗം സ്വർഗമാകുന്നത് ദൈവസാന്നിധ്യം ഉള്ളതുകൊണ്ടെന്ന് അർത്ഥം. അത്രേ ഉള്ളൂ. അത് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ഇനിയും വരാൻ പോകുന്ന സ്വർഗം എന്ന് പറഞ്ഞാലും സ്വർഗവും നരകവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇന്നലെയും നമ്മളെ കാര്യം പറഞ്ഞു. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് അവിടെ ഇല്ലെന്ന് പറയുന്ന കരച്ചിലും പല്ലുകടിയും ദുഃഖവും മുറവിളിയും ഒന്നുമല്ല. അതൊന്നും അവിടെ ഇല്ലെന്നാ പറയുന്നേ. അതൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല അത് സ്വർഗമാകുന്നത്. നരകത്തിൽ ഇതെല്ലാം ഉണ്ടെന്നാ പറയുന്നത്. പക്ഷെ നരകമാകുന്നത് ഈ നെഗറ്റീവായ എല്ലാം അവിടെ ഉള്ളത് കൊണ്ടുമല്ല. What makes the difference is God's literal fulfilling presence, whether in heaven or in hell. സ്വർഗത്തിലായാലും നരകത്തിലായാലും അവിടുത്തെ കാതലായ വ്യത്യാസം ദൈവത്തിൻ്റെ അക്ഷരീകവും പൂർണ്ണതയുള്ളതുമായ സാന്നിധ്യമാണ്. അതനുഭവിപ്പാൻ കഴിയാത്ത ഒരിടമാണ് നരകം. അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുന്ന ഇടമാണ് സ്വർഗം എന്ന് പറയുന്ന ഇടം.
വ്യക്തമാണല്ലോ. ക്ലിയർ. താങ്ക് യു. പ്രൈസ് ഗോഡ്. ഒരു കാര്യവും കൂടെ. മനുഷ്യനുള്ള നിത്യത, അല്ലെ മനുഷ്യന്റെ നിത്യത എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിത്യതയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഈ നിത്യത അവസാനിക്കാത്ത യുഗങ്ങൾ, എന്നും എന്നേക്കും നിത്യജീവന്റെ ഉറവയായ ദൈവത്തോടു കൂടെ, നിത്യജീവന്റെ ഉറവയായ ദൈവത്തോടു കൂടെ നാം ചിലവഴിക്കുന്ന സമയമാണ്. അതിനെ സമയമെന്ന് പറയാൻ ഒക്കത്തില്ല, പക്ഷെ നമുക്കങ്ങനെ പറയാനേ പറ്റൂ. കാരണം അന്ന് എന്തില്ലായിരിക്കും? സമയം ഇല്ലായിരിക്കും. പക്ഷെ നമ്മൾക്ക് അത് പറഞ്ഞേ പറ്റൂ, അല്ലാതെ വേറെ ഒരു പ്രയോഗം അറിയില്ല. കാലം ഇല്ലാത്ത കാലമാണത്, സമയമില്ലാത്ത ഒരു സമയം. എന്നാൽ നമുക്കതിനെ സമയമെന്നോ കാലമെന്നോ പറഞ്ഞേ പറ്റൂ എന്നർത്ഥം. അപ്പോൾ ഹ്യൂമൻ ഇറ്റേണിറ്റി മീൻസ് an unending life in its fullness with God, the very source of life. Human eternity. Here we are taking that of saints only. Even though both in heaven and hell it is life unending, only the heavenly life is called eternal life, whereas the lake of fire life is called second death or eternal death. സ്വർഗത്തിലും നരകത്തിലും അവസാനിക്കാത്ത യുഗായുഗമായ ജീവിതമാണെങ്കിലും സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമുള്ള വിശുദ്ധന്മാരുടെ അവസാനിക്കാത്ത ജീവിതത്തെയാണ് നിത്യ ജീവൻ എന്ന് വിവക്ഷിച്ചിരിക്കുന്നത്. അവസാനിക്കാത്ത നരകത്തിലെ ജീവനെ നിത്യമരണമെന്നും രണ്ടാം മരണമെന്നുമാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇനിയും നിത്യജീവൻ നിത്യജീവൻ എന്ന് പറയുമ്പോൾ വിശുദ്ധന്മാർക്ക് ദൈവത്തോടു കൂടെയുള്ള ജീവൻ എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ജീവൻ നിത്യജീവൻ എന്ന് വിളിക്കപ്പെടുവാനുള്ള കാരണവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഒന്നുകൂടെ ഓർപ്പിക്കുന്നത് ഉചിതമെന്ന് കരുതുന്നു. ഓർമ്മ കാണും ഒരുപക്ഷെ നിങ്ങൾക്ക്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും നിത്യജീവൻ എന്ന് പറയാനുള്ള കാരണം? ദൈവത്തിന്റെ അതേ ജീവൻ, നിത്യനായ ദൈവത്തിന്റെ അതേ ജീവൻ. പ്രൈസ് ഗോഡ്. സ്തോത്രം. നിത്യജീവൻ എന്നിതിനെ വിളിക്കുവാനുള്ള കാരണം, it is eternal life. It's not because of its durability, not because of its longevity, but the quality of life. ഈ ജീവനെ നിത്യജീവൻ എന്ന് വിളിക്കുവാൻ കാരണം അതിൻ്റെ ദൈർഘ്യമല്ല, നരകത്തിലും അതേ ദൈർഘ്യം തന്നെയാണ്. അപ്പം ദീർഘായുസ് കൊണ്ടോ ദൈർഘ്യം കൊണ്ടോ അല്ല നിത്യജീവൻ എന്ന് ഇതിനെ വിളിക്കുന്നത്. പകരം അതിൻ്റെ മേന്മ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഗുണവത്തതയാണ് അതിലെ വിഷയം. സ്തോത്രം.
ഗുണവത്തതയാണ്. അതിൻ്റെ ഗുണവത്തത എന്ന് പറയുമ്പോൾ the same qualitative life of God, eternal life for human beings, for the saints. It is the participation or partaking in the very qualitative life of God eternal. നിത്യനായ ദൈവത്തിൻ്റെ ജീവനിലുള്ള അതേ പങ്കാളിത്വം. സ്തോത്രം. നിത്യനായ ദൈവത്തിൻ്റെ ജീവനിലുള്ള അതേ പങ്കാളിത്വം. സ്തോത്രം. അതേ ഗുണമേന്മയുള്ള കാരണം നമ്മൾ കണ്ടു, നിത്യൻ ദൈവം മാത്രമാണ്. അപ്പോൾ നിത്യജീവൻ ദൈവത്തിൻ്റെ ജീവൻ മാത്രമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ മാത്രം ജീവനാണ് നിത്യജീവൻ. വേറെ ആരുടെയും ജീവൻ നിത്യജീവനല്ല. ദൈവത്തിൻ്റെ മാത്രം ജീവനാണ്. കാരണം ദൈവം മാത്രമേ ഉള്ളൂ നിത്യൻ അഥവാ ഇറ്റേണൽ, സനാതനൻ. ആ സനാതനനായത് ദൈവം മാത്രമാകയാൽ ദൈവത്തിൻ്റെ മാത്രം ജീവന്റെ പേരാണ് നിത്യജീവൻ. അത് വേറെ ആർക്കും ഉള്ള ജീവനല്ല. നിത്യജീവൻ വേറെ ആർക്കും ഇല്ല. I think you can follow me. Eternal life is the very life of God and God alone. Because God alone is eternal, and therefore eternal life is the very life of God. No one else, nothing else has this life eternal but God. When we say we have eternal life, that means we should remember two things. One, it is the very partaking or participating in the very quality of the life of God. And second, how can we possess that life? Only as a gift from the God eternal. These two things we have to remember when we say eternal life. നിത്യജീവൻ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നാം ഓർക്കാനുണ്ട്. മനുഷ്യന്റെ, വിശുദ്ധന്മാരുടെ നിത്യജീവൻ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നാം ഓർക്കണം. ഒന്ന്, അത് ദൈവത്തിൻ്റെ അതേ ജീവനിലുള്ള പങ്കാളിത്വമാണ്. നമ്മളതിന് വിശദീകരണം തന്നു കഴിഞ്ഞു. ദൈവം മാത്രമാണ് നിത്യൻ. അതുകൊണ്ട് നിത്യജീവൻ ദൈവത്തിന് മാത്രമുള്ള ജീവനാണ്. വേറെ ആർക്കും ഇല്ല. അതുകൊണ്ട് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മാത്രം ജീവൻ. ആ ജീവനിൽ നമുക്ക് ലഭിക്കുന്ന പങ്കാളിത്വത്തിൻ്റെ പേരാണ് നിത്യജീവൻ. രണ്ടാമത്തെ കാര്യം നാം ഓർക്കേണ്ടത്, ഈ നിത്യജീവൻ ദൈവത്തിൻ്റെ മാത്രം ജീവനായതുകൊണ്ട് നമുക്കത് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ it is absolutely a gift. ഇത് പൂർണ്ണമായും ദാനമായി ലഭിക്കുന്നതാണ്. It's not earned, but it is received. It is not earned. ഇത് നാം നേടുന്നതല്ല.
ലഭിക്കുന്നതാണ്, ദാനമാണ്. ഇവിടെ വളരെ മനോഹരമായ ഒരു ചിത്രമുണ്ട്. നമുക്ക് വളരെ പരിചിതമായ മനഃപ്പാഠമായ ഒരു വാക്യം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ബാക്കിയാ നമുക്ക് വേണ്ടത്. For the wages of sin is death, but the free gift of God is eternal life in Christ Jesus our Lord. Praise God. Romans 6:23. റോമർ 6:23 നമ്മൾ കാണുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. See the contrast. Death is a wages. Because it is wage or wages, it is earned. It is earned by committing sins. It's not a gift. It is earned. It's given as wages. മരണം ശമ്പളമാണ്. ശമ്പളം കിട്ടുന്നത് ദാനമായിട്ടല്ല, കൂലി അല്ലെങ്കിൽ കടമായിട്ടാ. കൂലി കിട്ടാൻ അധ്വാനിക്കണം. അതുകൊണ്ട് മരണം ആർക്കും ദാനമായിട്ടല്ല കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത്. അത് സമ്പാദിക്കുന്നതാണ്, പണി ചെയ്ത് നേടുന്നതാണ്, അധ്വാനത്തിന്റെ ഫലം ശമ്പളമായി കിട്ടുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല നിത്യജീവൻ. നിത്യജീവൻ എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൃപയായി ലഭിക്കുന്നതാണ്, ദാനമായി ലഭിക്കുന്നതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിത്യജീവൻ യേശു ക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ കൃപാദാനമാണ്. സ്തോത്രം. Death is earned as wages for sins, but eternal life is a free gift of grace in Jesus Christ. It is not earned. Stotram. Praise God. Yeah, for the wages which sin pays to death is death. But the bountiful free gift of God is eternal life through in union with Jesus Christ our Lord. Yeah, it is earned. It is paid as wages, death. ഇത് നമുക്ക് ലഭിക്കുന്നത് കൃപയായിട്ടാ. സ്തോത്രം. അവസാനമായി ഇത് പറഞ്ഞ് നമുക്ക് നിർത്താം. ഈ കൃപയായ ദാനമായ ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ജീവനിലുള്ള ഈ പങ്കാളിത്തം, is it something futuristic or it's realistic even today, even in this life? ഈ ജീവൻ ഇതെന്താ ഭാവിപരമാണോ അതോ ഇപ്പോഴേ നമുക്ക് യാഥാർത്ഥ്യമായി അനുഭവിപ്പാൻ കഴിയുന്ന കാര്യമാണോ? Yes, please. Nani sisters. We can experience it right here, the day we are saved. Praise God. Of course, we will receive it in its fullness in the future. But
we can start experiencing it even from the very moment we come in union with Christ in faith and by repentance. തീർച്ചയായിട്ടും ഈ നിത്യജീവന്റെ പൂർണ്ണത നമുക്ക് ഭാവിയിലായിരിക്കും ലഭിക്കുക. എന്നാൽ ഇപ്പോഴേ അതിൻ്റെ സ്വാദ് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലും മാനസാന്തര അനുഭവത്താലും ആ നിമിഷം മുതൽ അനുഭവിപ്പാൻ സാധിക്കും. സ്തോത്രം. യോഹന്നാൻ 17:3 നമ്മുടെ കർത്താവ് തന്നെ പിതാവിനോട് പ്രാർത്ഥിച്ചു പറഞ്ഞു. അലിസാൻഡി വായിച്ചോ. സ്തോത്രം. And this is life eternal, that they might know thee, the only true God, and Jesus Christ whom thou hast sent. The very moment we believe, we begin to experience, we begin to taste this life. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സമയം മുതൽ, സ്തോത്രം, നാം ഈ നിത്യജീവൻ അനുഭവിപ്പാൻ തുടങ്ങുന്നു. വേറെയും വാക്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ ലേഖനത്തിലും പൗലോസിന്റെ ചില ലേഖനങ്ങളിലുമൊക്കെ ആ കാര്യം വ്യക്തമാക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് ആ സ്വർഗീയ അനുഭവങ്ങൾ ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ കഷ്ടസങ്കടങ്ങൾക്കൊക്കെ അതീതമായും ദൈവജനം നിത്യജീവന്റെ സന്തോഷമുള്ളവരായിരിക്കുന്നത്, സമാധാനം അനുഭവിക്കുന്നത്. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, കലുഷിതമായ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവജനം വലിയ സമാധാനം, സന്തോഷം അനുഭവിക്കുന്നു. സ്തോത്രം. ആ സമാധാനം നമ്മളിങ്ങനെ കുമിഞ്ഞു കൂടി വരികയാണ്. ആ സന്തോഷം നമ്മിൽ വർദ്ധിച്ചു വരികയാണ്. മരണനിഴലിന്റെ താഴ്വരകളിലും അത് നമ്മെ വിട്ടുപോകുന്നില്ല. കൂരിരുളിന്റെ താഴ്വരകളിലും ഈ നിത്യ ജീവന്റെ പ്രകാശം നമ്മെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കും. നിരാശകൾ നമ്മെ കീഴ്പ്പെടുത്തുവാൻ ഈ പ്രത്യാശയുടെ സന്തോഷവും സമാധാനവും അനുവദിക്കില്ല. സ്തോത്രം. അതുകൊണ്ട് ആ ഭക്തന്മാര് പാടിയത്, രോഗമെന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമൻ നാഥൻ ദേഹം പുതുതാക്കിയിടാൻ. ലോകമെന്നെ ത്യജിച്ച് എല്ലാം നഷ്ടമാകിലും നമുക്ക് വേദനയും നിരാശയുമില്ല. കാരണം സ്വന്തം അമ്മയേക്കാൾ അപ്പനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന, സ്വന്തം ജീവിത സഖിയേക്കാൾ നമ്മെ മാറോടണയ്ക്കുന്ന കർത്താവിൻ്റെ സ്നേഹം അന്ന് അങ്ങ് ചെല്ലുമ്പോൾ മാത്രമല്ല, ഇവിടെ വെച്ച് ഈ മർത്യ ശരീരത്തിൽ പോലും നമുക്ക് അനുഭവിപ്പാനായിട്ട് സാധിക്കും. സ്തോത്രം. അതനുഭവിച്ച് ആ പ്രത്യാശയുടെ, ആ സന്തോഷത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി കൊതിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതം തീരട്ടെ എന്നാശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഇന്ന് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.